ഗൈസ്, ഇന്ന് നമ്മളെ ഏരിയയിൽ അമ്പലത്തിലെ ഉത്സവം. ഇവിടത്തെ ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മീൻസ് ചിക്കൻ ഒക്കെ വാങ്ങിയിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിനെ ഒക്കെ വിളിക്കും. ഇലയൊക്കെ കഷ്ടപ്പെട്ട് വെട്ടിയെങ്കിലും പ്ലേറ്റിലാണ് നമ്മൾ കഴിച്ചത്. കാരണം ഗസ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള 2 ഇലയാകെ ഉള്ളായിരുന്നു. ഡൂഡിക്ക് കുറച്ച് മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊടുത്ത് പറ്റി. രാവിലെ തൊട്ട് അതും എടുത്തുകൊണ്ട് എന്റെ പിറകെ നടക്കായിരുന്നു. ഇട്ടതാന്നും പറഞ്ഞു. അവസാനം അതൊക്കെ സെറ്റാക്കി. വൈകുന്നേരം പോകാനുള്ള സമയമാകുമ്പോ വീട്ടിലൊരു അടിയാണ്. സമയത്ത് ഒരുങ്ങി ഇറങ്ങണ്ടേ. 5 മണിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്ത ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു. അതെങ്ങനെ അമ്പലത്തിൽ എഴുന്നള്ളത്ത് വന്നാലും വീട്ടിൽ എഴുന്നള്ളത്തൊന്നും ഇറങ്ങൂലല്ലോ. പിന്നെ എവളുമാരൊക്കെ ഉണ്ടായി. എവളുമാരല്ല ഗൈസ്, ബാക്കി കുറെ അവളുമാരും ഉണ്ട്. രാത്രിയായ പിന്നെ എന്റെ ഫോണിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും ഇടില്ല. രാത്രിയായ ഒന്നെങ്കിൽ ഫ്ലാഷ് ഇടണം, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഉച്ചയിൽ പോയി നിൽക്കണം, എങ്കിലേ എന്തെങ്കിലും കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനു നാണം. ഒന്നാമത് അറിയാവുന്ന ആൾക്കാരാണ് മൊത്തം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോയി. കുറച്ചു നേരം തൂക്കമൊക്കെ കണ്ടു. നാടകമുണ്ട്, അത് കാണാന്നും പറഞ്ഞാണ് പോയത്. പക്ഷെ അത് തുടങ്ങുമ്പോ കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ നമ്മൾ കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു കണ്ട എന്റെ ഫോണിന്റെ പവർ ലൈറ്റിന്റെ അകത്ത് നിൽക്കുന്ന എന്ത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീട്ടിൽ വന്നു. ഒരു 11 മണിക്ക് ശേഷം നടന്ന സംഭവങ്ങളൊന്നും ഡൂഡി അറിഞ്ഞിട്ടേ ഇല്ല. ഇതാണ് കുട്ടാട്ടൻ. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തു. കേക്ക് ഫ്രിഡ്ജ് ഇരിക്കുന്നതുകൊണ്ട് ഇവള് വന്നതിന് ശേഷം ഇവളെ ഫ്രിഡ്ജ് തുറക്കാനേ സമ്മതിച്ചു. അവസാനം കൊച്ചു സർപ്രൈസ്. ഇത് കട്ട് ചെയ്യാനും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീട്ടിൽ വന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പൊ പോയി കിടന്നുറങ്ങാം. രാവിലെ പോണം ഗായ്സ്. അപ്പൊ ഓക്കേ.